ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചക്ക കൊണ്ടുള്ള ഉപ്പേരി. എന്ത് ഉപ്പേരി? ചക്കുപ്പേരി. അപ്പൊ നമ്മൾ ചക്കുപ്പേരി ഉണ്ടാക്കാൻ പോകാനുണ്ടാ. ഒരാള് ചക്ക ഇരുന്ന് അരിയുന്നുണ്ട്. ഫോളോ മീ ഗായ്സ്. ക്യാമറയും കൊണ്ട് ഇവിടെ വരൂ. അപ്പൊ ഗൈസ്, എന്റെ അമ്മ പകുതി ചക്കയും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പകുതി ചക്കയൊന്നുമല്ലോ, അര ചക്ക. അപ്പൊ നമ്മളിനി അത് ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ട് നല്ല വൃത്തിയില് ചക്ക പൊളിക്കണം. വൃത്തിയിലൊക്കെ പോലെ ഉണ്ട്. അവരവർക്ക് വൃത്തി ഉണ്ടായാൽ മതി. അത് അടച്ചു അരി പറിച്ചിടും. എങ്ങനെ ഇത് ഇതാ ചൗണിയൊക്കെ കളയും. ഓക്കെ, ചൗണിന്നാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പറയാം. ഇത് കളയാറ് പതിവ്. ചില സ്ഥലത്ത് ഇത് ഉപ്പേരിക്കും. ഉപ്പേരിക്കും ഇവിടെ വായിട്ട് കൊണ്ടുണ്ടല്ലോ അമ്മ ചക്ക. ഉപ്പേരിക്കോ ചില സ്ഥലത്ത് ഇല്ല. വറക്കണുണ്ടല്ലോ അമ്മ. വറക്കാൻ നല്ലതാ. ചക്ക വറക്കാനല്ലോ. ചക്കല്ല ഈ സാധനം, ഈ ചൗണി വറക്കാൻ പാടില്ല. ചൗണി അതിന് വേഗം വേഗം ഉപ്പേരി വേണമെങ്കിൽ ഇതാരെ കളിക്ക് പോണെങ്കിൽ. അപ്പൊ നമ്മൾ പണിയിലാണ്, ഇരട്ടി പണിയാണ് വെക്കാം. ഓപ്പൊട് അപ്പടിപ്പൊട്. ഞാൻ പൊളിച്ച പോലെ പൊളിച്ചിട്ടോ എന്തോ അറിയുന്ന. ഏയ് നന്നാക്കണ്ടേ? ഞാനവിടെ പൊളിച്ചിട്ട് ഒരു പാത്രത്തിൽ കണ്ടൂലോ. ഇങ്ങനെയാ ചോണ്ട് ഞാൻ മുറിച്ചോളാം. ഞാൻ മുറിക്കാം. നമ്മൾ ഇതൊന്ന് നന്നാക്കി കഴിയട്ടെ കേട്ടോ. നന്നാക്കി കഴിഞ്ഞിട്ട് ഉപ്പേരി തുടങ്ങുമ്പോഴുള്ള കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മളേ ഗാനമേള ഉണ്ട് തോന്നുന്നോടെ. ഗാനമേളക്ക് പോവാം. നമുക്ക് തണ്ടിലുവനത്തെ പാള വെച്ച് കിട്ടണ്ടവർക്ക് ഏത് നിമിഷവും ഞാൻ പോവും. ഗാനമേളക്ക് എടുത്ത് കളിച്ച് നടന്നോട്ടെ മോളെ. അമ്മ ഉണ്ടാവില്ല എപ്പോഴും. എന്താ ഞാൻ പറയും എന്താ പുറത്ത് പാള വയ്ക്കാന്ന് പറഞ്ഞ 5 വീട്ടിൽ പോയിട്ട് ബാത്റൂം കഴുകിട്ട് 5 വീടുന്നു കേസ് പറയാ. ഇത് കൂടി കൂട്ടിയിട്ടാണ് അമ്മേനൊക്കെ കുളിപ്പിച്ചില്ലേ. അങ്ങനെ ഇപ്പൊ ആൾക്കാർ എന്നെ ഒപ്പം കലിടും. അമ്മേനെ വീട്ടിലിരുത്തറായില്ലേ ചോദിക്കണവരെ പ്രത്യേക ശ്രദ്ധിക്ക്. കോടിക്കണക്കിന് ബിഗ് ബോസിന് കിട്ടിയിട്ടില്ല. തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ഇത് കിട്ടും. അതെ പറഞ്ഞു കൊടുത്തമ്മേ, എന്തോ ബിഗ് ബോസിന് അതൊന്നും കിട്ടിയിട്ടില്ലെന്നു. കിട്ടിയതൊക്കെ ചെലവായി പറ. ബിഗ് ബോസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പാമ്പിനെ പിടിച്ചൊന്ന് മൂക്കനെ. അടുത്ത ബിഗ് ബോസ് തുടങ്ങണമെങ്കിൽ ഇതാണ് അവിടെ കൊണ്ടുവയ്ക്കണം. ഞങ്ങള് കൊണ്ടുവയ്ക്കും. ഞങ്ങൾ ആരാന്ന് വിചാരിച്ചേ. അമ്മ എപ്പോഴും പണിക്ക് പോകണ്ടോ ചോദിക്കണോ? പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇപ്പൊ പണിക്ക് പോകണ്ട. അമ്മേനെ വീട്ടിലിരുത്താൻ പാടില്ലേ? ഗാനമേളക്കുണ്ടോന്ന്. അപ്പൊ പിന്നെ ഇപ്പൊ കൊറേ പാടകൾ കൊണ്ടുവരാം വെച്ചിങ്ങനെ കെട്ടി പോവാൻ. എനിക്കൊന്നും വലിയ കുട്ടി അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഞാൻ ജീവിതം ആരെന്നാ 2 പെൺകുട്ടികളുടെ എന്താ കാര്യം? പെൺകുട്ടികളെ ഞാനിപ്പോ 23 വയസ്സായിട്ടില്ല. ഞാൻ സ്റ്റേബിളായി തുടങ്ങുന്നുള്ളൂ. തുടങ്ങട്ടെ, തുടങ്ങി കഴിഞ്ഞാണല്ലോ ഒരു വീടൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് അമ്മനെ ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ അല്ല അതാണ് എന്റെ എയിം. എന്താ മോളെ, അമ്മ ഇപ്പൊ ഒന്നും പോവില്ല. എന്നെ നരകിപ്പിച്ചിട്ട് അമ്മ പോവുള്ളോ? എന്നെ മുട്ടിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പോവുള്ളോ? അവിടുന്ന് ഉറപ്പായിട്ടും ബാത്റൂമിൽ എങ്ങനെ പോയിരിക്കും? യൂറോപ്യൻ മണതല്ല അതിനുള്ള പാമ്പിനെ വരും. ഇപ്പൊ തന്നെ തീർത്തോണ്ടേ ചക്ക ഒന്ന് ജസ്റ്റ് കഴുകണം കേട്ടോ. ഒരു വട്ടം ഞാൻ കഴുകിയതാണ്. അമ്മേന്റെ ഇടയിൽ കൂടെ എങ്കടാ. ഓ ഇതിന്റെ ഉള്ളില് അതിനപ്പം നമ്മളിതാ ബിരിയാണി കൈപള്ളി ചൂടിട്ടാ. സബോള എടുത്തിട്ടുണ്ട്. സബോള അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വേപ്പിലിട്ടിട്ടുണ്ട്. അമ്മ അവിടെ അരിയാന്ന് വന്നിട്ട് പോയി. ചതി മഞ്ചന അതിന് തീരെ ഇഷ്ടമല്ല. നമ്മൾ ആ വെളിച്ചം കഴിക്കണേ. കാരണം ഞാൻ ഇതിലിട്ടിട്ട് നന്നാക്കിയേ. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ രണ്ടാമത് മാറ്റാനൊന്നും വയ്യ. മടി അല്ലാതെ എന്ത് നന്നായി അവിടെ നാങ്ങിയ കാണിക്കണോ? വായ തുറന്ന് പറഞ്ഞാൽ മതി. മതിയാ നോക്കൂ. എന്ത് ചെയ്യണ്ടേ പറഞ്ഞോ? എപ്പോഴും അവിടുന്ന് പാത്രം എടുക്കുമ്പോ നല്ല പോലെ. അപ്പൊ നമ്മളിതാ ഇളക്കാൻ പോവാണ്. ഇതില് സബോളയും വേപ്പിലിട്ടിട്ടാണ് ജസ്റ്റ് ഇളക്കണം കേട്ടോ. അതൊന്ന് അതന്നെ വയറ്റെടുക്കുക. അവിടുന്ന് എടുക്കോ പറയട്ടെ. ചക്കുപ്പേര് റെഡി റെഡിലെടുത്ത് പറഞ്ഞ ഒരാള് നാക്കടിച്ചിട്ട് വന്നിട്ട് കിട്ടാൻ മതി. ഞാൻ പറയാൻ പെട്ടെന്ന് പോയതാ പെട്ടെന്ന്. എന്താ നോക്കണ്ട മേഡം? അയ്യോ തെറിക്കണ്ട്. അങ്ങനല്ല അമ്മ കളിച്ചത് തെറിക്കണോ? മാറും.
അപ്പൊ ഗൈസ് എന്റെ കൈമേക്ക് ജസ്റ്റ് വെളിച്ചം തീർച്ചപ്പോൾ അമ്മ പറഞ്ഞു "അയ്യോ, മോളെ ഞാനൊക്കെ പറഞ്ഞിട്ട് അമ്മ വന്നു എന്റെ ആട് ചവയ്ക്കണ പോലെ ചവക്കിട്ടില്ല എന്നിട്ടോ എന്തൊരു ചവയ്ക്കണേ ആടെ അശ്ശി മേത്ത് നോക്കുന്നു വിളിക്കുന്നത് വൃത്തികെട്ട വർത്താനം പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടോ എനിക്ക് വേണ്ട ഒരു നടക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം എന്നിട്ട് എന്തൊക്കെ ഇടും അമ്മയില്ലേ പറഞ്ഞു കൊടുക്കും പറ തിരുമുളക് ഇടും, പിന്നെ ഇടും, പിന്നെ മഞ്ഞപ്പൊടി ഇടും, ആവിയിൽ അങ്ങോട്ട് വേവിച്ച് വെള്ളം ഒഴിക്കരുത് ചക്കയില്. അപ്പൊ അത് കാര്യം നടക്കട്ടെ ചക്കയിൽ ശരിയാവും. ചക്കയിൽ ഒന്ന് നമ്മൾ ചക്കയിൽ ശരി ചെയ്യരുത് വെള്ളം ഒഴിക്കരുത് നോക്കി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഹലോ ഞാൻ എത്ര നോക്കിയത് നടക്കണോക്കി അയ്യേ മഞ്ഞപ്പൊടി എടുക്കാൻ പറയാൻ പറഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡ് ആണ് കഴിച്ച് നിങ്ങൾ ഇത് കാണുന്നത്. മഞ്ഞപ്പൊടി എത്ര ഇടണ്ട മോളെ ദിനേശിയെ മതിയാ വിളിച്ചു വരുത്തിട്ട് അപ്പൊ കാണിക്കാറില്ല അതെത്താ ഉപ്പൊക്കെ ഇട്ട് ഉപ്പിടണം. അമ്മയാണ് ഞാൻ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സദ്യക്ക് വല്ലൊരു ആവശ്യം എന്ന് വെച്ചാൽ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 1800 അതിന്റെ ചക്ക എടുത്ത് തിന്നണോക്കെ ഞാൻ അമ്മനെ ചക്ക അല്ലെങ്കിൽ നന്നാക്കി നോക്കിയപ്പോ കാര്യം നോക്കിയാ എനിക്ക് നന്നാക്കിയപ്പോ കുറച്ചുള്ളോട്ടോ അത് ഇങ്ങോട്ട് കഴിച്ചോണ്ടിരിക്കുക. എന്താ ചെയ്യാ എന്റെ വീട്ടിലിങ്ങനെ ചക്കയ്ക്ക് ആൾക്കാർ ഇത്ര ആക്രാന്തം മുത്തിരിക്കണം. അമ്മ ഉപ്പിന്റെ അപ്പന ഉപ്പ് നന്നായിട്ട് വെറുതെ കുറച്ചുകൊണ്ടിരുന്നാ മതി. കടല് മേലെ നറിക്കുറ നീ ആകായത്തില അപ്പൊ പൊള്ളുണ്ട് പറഞ്ഞോടാ മിക്ക അങ്ങനെ അമ്മ വെച്ചിട്ട് പൊള്ളുണ്ട്. അത് മുന്നേ വെക്കലെന്റെ അമ്മേ ഇടിമുളക് ഇടുന്നു. നമ്മൾ ഇടിമുളകിന്റെ കളി കുറച്ച് ചക്കയും നിറച്ച് ഇടിമുളകായിട്ട് എന്റെ അമ്മ ഇടണം. എന്തൊരു കാണിക്കണാവോ ഇവിടെ വെച്ചിട്ട് പൊള്ളില്ലേ അത് മുമ്പ് നമ്മളിതാ ചക്ക ഇടാൻ പോലെ ചക്ക ഇട്ടു. ചക്ക ഇതുമെന്നിട്ടാണ് ചക്ക തൊട്ടേക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കൂ ഇളക്കല്ലേ നമുക്ക് ചുമയൊക്കെ വരും അതിൻ്റെ ഇടയിൽ കൂടെ ഇടിമുളകിൻ്റെ ഒരു കുത്ത്. പക്ഷെ എനിക്ക് വരുന്നില്ല അമ്മയ്ക്ക് വരുന്നെന്ന് പറയുന്നു. നമ്മൾ നന്നായി ഇളക്കി ഒരു വിധമാവണം. അതാണ് ചക്ക ഷെഫർക്കം. ഇവിടെ അടുത്തുന്ന ചുമയും കഴിച്ചു അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചുകൂടി ഉപ്പിടുന്നു കാണാ ഇത് റെഡി ആവട്ടെ കേട്ടോ. നോക്കൂ ഭംഗി നോക്കൂ ഇതിന്റെ ഭംഗി കണ്ടോ ഗൈസ് എപ്പിടി ഇருக்கு നല്ല ഇറക്കാ. ഒരു പ്രത്യേക തരം ചക്കുപ്പേരി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അമ്മ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം അമ്മ ചക്കുപ്പേരി ഉണ്ടാക്കും പറയാറുണ്ട്. ഇതാ നല്ല മണക്ക് വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡുകൾ വന്നിട്ടുണ്ട് ചക്കാക്കാൻ. എന്താ അടി പിടിക്കോ? അടി പിടിക്കോ? കുറച്ച് വെച്ചോ അടി തൊട്ട് ഇറക്കണം. വേവില്ല ആവിന് വേണ്ട സമാധി എഴുതിട്ടുണ്ട്. ഇന്ന് ഞാൻ ആക്കും ആവട്ടെ ചൂടുണ്ട് പിന്നെ നോക്കാം. നമ്മൾ അടച്ചു വെച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും അടി പിടിക്കാനൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അതിനത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉപ്പേരി കണ്ടു. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂടുണ്ട്. കൊള്ളാം. അമ്മ ടേസ്റ്റ് നോക്കുമല്ലോ. അമ്മോട് ചോദിക്കട്ടെ അമ്മ കഴിച്ചിട്ട് ഇപ്പൊ പറയും. സത്യസന്ധമായിട്ടുള്ള ഉത്തരം അമ്മ പറയും. ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ അവിടെ ഉപ്പും കാര്യങ്ങളൊക്കെ ചൂടിട്ടാണ് ചൂടിനായിക്കോട്ടിട്ടോളൂ. ഉപ്പ് ഇട്ടുമല്ലോ നമുക്ക് ഇട്ടു സാർ. ആൾക്കിട്ട് പാകത്തിന് വെച്ചോ. ഓക്കെ മാഡം. ഓക്കെ മാഡം. പറ വെളിച്ചെണ്ണ ഒഴിക്കോ? മതി. നീ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രയുള്ള നമ്മുടെ ചക്കുപ്പേരി വീഡിയോ കുറച്ച് കൂട്ടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിക്ക് പറ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ ഗൈസ്. ബൈ.